കൂട്ടുകാരെ, വെൽക്കം ടു റൈസ് ടു ആർ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സെമിസ്റ്ററുകാരുടെ ഫിസിയോളജി ആണ്. ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി അനാട്ടമിയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ഇൻക്ലൂഡിംഗ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ കമ്മിങ് എക്സാം. അപ്പോൾ 14 ജൂൺ 2023 മുതൽ 16 ജൂൺ 2026 ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ എക്സാം പേപ്പർ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അനലൈസ് ചെയ്ത് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ, 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇത്രയും ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എസ് എ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ സിസ്റ്റം, ഈ 2 സിസ്റ്റത്തിൽ നിന്ന് മാത്രമാണ് ഇത്രയും ഒരു എക്സാം പേപ്പറിൽ എസ്സേസ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേസ് വന്നിരിക്കുന്നത് ഹാർട്ടിൽ നിന്നുണ്ട്, ന്യൂറോളജിക്കൽ സിസ്റ്റം, സെൻസറി, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ ആൻഡ് മസ്കുലോസ്കെലിറ്റൽ. അതുപോലെ തന്നെ ഏതാണ് ബ്ലഡ് എന്നൊരു ചാപ്റ്ററിൽ നിന്നും ഷോർട്ട് എസ്സേ വന്നിട്ടുണ്ട്. ഇനി ഷോർട്ട് ആൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഷോർട്ട് ആൻസർ ആണ്. കാരണം ഈ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം മോഡൽ റെസ്പിറേറ്ററി, എൻഡോക്രൈൻ അതുപോലെ തന്നെ റീനൽ, ഈ 3 ഓർഡറിലാണ് നമ്മുടെ ഷോർട്ട് ആൻസേഴ്സ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസേഴ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നാണോ റെസ്പിറേറ്ററിയിൽ നിന്നും, സെക്കൻഡ് ക്വസ്റ്റ്യൻ എൻഡോക്രൈനിൽ നിന്നും, തേർഡ് ക്വസ്റ്റ്യൻ റീനൽ സിസ്റ്റത്തിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ തന്നെയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റമോ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിലും നിന്നുള്ള എസ്സേസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് പിന്നെ റെസ്പിറേറ്ററി, എൻഡോക്രൈൻ, റീനൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് കാരണം അതിനോട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ ഒരു മോഡലിലായിരിക്കും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ പ്രിന്റ് വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ PYQ ശരിക്കും പറഞ്ഞാൽ ഈ സെൻസറി ഓർഗൻസ് ഒക്കെ MCQ മാത്രമേ ഉള്ളൂ എന്നാണ് ബ്ലൂ പ്രിന്റ് പറയുന്നത്. പക്ഷെ ഷോർട്ട് എസ്സേക്കകത്തൊക്കെ സെൻസറി ഓർഗൻസിന്റെ അതൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്ലൂ പ്രിന്റ് പക്കയായിട്ട് നമ്മൾ അങ്ങ് വിശ്വസിച്ച് ഫിസിയോളജി മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ ഒരു മോഡൽ ഫോളോ ചെയ്തിട്ട് ഈ ഒരു മോഡലിന്റെ അകത്തുനിന്ന് നമുക്ക് പ്രയോറിറ്റി ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കൊടുക്കണമെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറൽ ഫിസിയോളജി ആണ്. ഇത്രയും നമ്മുടെ ബ്ലൂ പ്രിന്റിൽ പറയുന്ന പോലെ തന്നെ MCQ മാത്രമാണ് ജനറൽ ഫിസിയോളജിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും MCQ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം MCQs ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പഠിക്കാൻ ഓർക്കുക. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ്, നെയിം ദി മസിൽസ് ഓഫ് റെസ്പിറേഷൻ, ഡിഫൈൻ സൈനസൈറ്റിസ്, ഡിഫൈൻ ബ്രോങ്കിയക്ടാസിസ്, list down the factors affecting the diffusion of gases, define expiratory capacity. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഷോർട്ട് ആൻസേഴ്സും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയും ആണ് വന്നിരിക്കുന്നത്. ഇത്രയും മാത്രമേ ഉള്ളൂ പ്രീവിയസ് ഇയർ റെസ്പിറേറ്ററിക്കകത്തൊന്നും ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് കൂടി കാണാം. പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സർഫാക്ടന്റ് അല്ലെ ഡിഫൈൻ സർഫാക്ടന്റ് ചോദിക്കാം, അതുപോലെ ഫങ്ഷൻസ് ഓഫ് സർഫാക്ടന്റ് ചോദിക്കാം. അതുപോലെ തന്നെ ഡിഫൈൻ വൈറ്റൽ കപ്പാസിറ്റി, ഡിഫൈൻ ദി ടൈഡൽ വോളിയം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് റെസ്പിറേറ്ററി വോളിയംസ്. പിന്നെ ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി റെസ്പിറേറ്ററി സെന്റേഴ്സ്, അതിനകത്ത് ഇമ്പൾസസ് ഫ്രം ദി ഹയർ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചർ റിസപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഇറിറ്റന്റ് റിസപ്റ്റേഴ്സ്, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഫാക്ടേഴ്സ് ഒരു 5 മാർക്കിന് ചോദിക്കാൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടാണ്ട് ഈ ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ എല്ലാവരും നോക്കിയിട്ട് പോകാൻ ഓർക്കുക.
അടുത്ത നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. തേർഡ് ചാപ്റ്റർ വരുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ഞാൻ പറഞ്ഞു എസ്ഐസ് മാത്രമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ കോമ്പോസിഷൻ ഓഫ് സലൈവ, എക്സ്പ്ലെയിൻ ദി മെക്കാനിസം ഓഫ് സെക്രീഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സലൈവ. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് മൂവ്മെന്റ്സ് ഓഫ് GI tract ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫേസസ് ഓഫ് സെക്രീഷൻ ഓഫ് gastric juice. Explain the metabolism of fat. Describe the digestion in mouth. Explain the hepatic portal system. Functions of liver. Functions of gallbladder. Functions of stomach. അതുപോലെ തന്നെ components of gastric juice. ഒന്നും കൂടി ഉണ്ട്. Explain the metabolism of carbohydrates. ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി പോസിബിൾ ക്വസ്റ്റ്യൻസ് കാണാം. ഗ്ലാൻസ് ഓഫ് സ്റ്റൊമക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ലിവർ ഓൾറെഡി പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. ഫങ്ഷൻസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രതീക്ഷിക്കാം, ഫങ്ഷൻസ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എസ്എ ടൈപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി കോമ്പോസിഷൻ, ഫങ്ഷൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഓൾറെഡി നമ്മുടെ സലൈവയുടെയാണ് ഒരിടം എസ്ഐക്ക് വന്നിട്ടുള്ളത്, അതിന് പകരമായിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും വരാം. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ, ഫങ്ഷൻ ആൻഡ് റെഗുലേഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് ബൈൽ. ആഡ് എ നോട്ട് ഓൺ എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ. എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷനും അതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയേറെ കാര്യങ്ങളാണ് നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് മറക്കാണ്ട് നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി റെഗുലേഷൻ ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്, ഇനോബറേറ്റ് ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോണറി സർക്കുലേഷൻ, എക്സ്പ്ലെയിൻ ദി കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് വിത്ത് എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം. ഇവിടെ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യാനോടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അനാട്ടമി പോലെ ഡയഗ്രാം വേണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫിസിയോളജിയിലും ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഫിസിയോളജിയിലും പഠിക്കുമ്പോൾ നിങ്ങൾ ഡയഗ്രാംസ് മാക്സിമം വരച്ച് ലേബിൾ ചെയ്ത് പഠിക്കാൻ ഓർക്കുക. ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് കാണാം. ഇനി നിങ്ങൾ മറക്കാണ്ട് നോക്കിയിട്ട് പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് പേസ് മേക്കർ, ഡിഫൈൻ പേസ് മേക്കർ എന്ന് ചോദിക്കാം, അല്ലെ യൂസസ് ഓഫ് പേസ് മേക്കർ എന്ന് ചോദിക്കാം. അപ്പോൾ അല്ലെ പേസ് മേക്കർ എന്ന് മാത്രം ഒരു 2 മാർക്കിനായിട്ട് 5 മാർക്കിനായിട്ട് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊറോണറി സർക്കുലേഷൻ, നമ്മളോട് ഓൾറെഡി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കൊറോണറി സർക്കുലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൊറോണറി സർക്കുലേഷൻ എന്ന് മാത്രം 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. എസ്എ ടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഡിയാക് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൈൻ കാർഡിയാക് സൈക്കിൾ, ഡിസ്ക്രൈബ് വേരിയസ് ഈവന്റ്സ് ഓഫ് കാർഡിയാക് സൈക്കിൾസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ട്, കാർഡിയാക് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്, കാർഡിയാക് ഔട്ട്പുട്ടും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റീനൽ മെക്കാനിസം ഓഫ് റെഗുലേഷൻ ഓഫ് BP, ബ്ലഡ് പ്രഷർ, ആർട്ടീരിയൽ ബ്ലഡ് പ്രഷറിന്റെ റീനൽ മെക്കാനിസം, എങ്ങനെയാണ് BP റെഗുലേറ്റ് ചെയ്യുന്നത്, റീനൽ മെക്കാനിസം എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന ബ്ലഡ് ആണ്. ബ്ലഡിൽ നിന്നും പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അതെന്ന് പറയുന്നത് ക്ലാസിഫൈ ദി ലൂക്കോസൈറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ലൂക്കോസൈറ്റ്സ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ലൂക്കോസൈറ്റ്സ് ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഫങ്ഷൻസ് ഓഫ് RBC ചോദിക്കാം, ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ചോദിക്കാം, ഫങ്ഷൻസ് ഓഫ് WBC ചോദിക്കാം. അങ്ങനെ എന്തിൻ്റെയും ഫങ്ഷൻസ് മാത്രം എടുത്ത് ചോദിക്കാം ചാൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മറക്കാണ്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരെണ്ണമാണ് ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ദാറ്റ് ഈസ് എറിത്രോപോയിസിസ്. എറിത്രോപോയിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലുക്കീമിയ എന്ന് മാത്രം എടുത്ത് ചോദിക്കാം. ഡിഫൈൻ ആന്റി കൊയാഗുലന്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ റൈറ്റ് അബൌട്ട് RH ഫാക്ടർ, അല്ലെ ഡിഫൈൻ RH ഫാക്ടർ. ഇങ്ങനെയൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ബ്ലഡിൽ നിന്നും നോക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് പോകാം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഹോർമോൺസ് സെക്രേറ്റഡ് ബൈ ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി, ദെൻ ഫങ്ഷൻസ് ഓഫ് തൈമസ് ഗ്ലാൻഡ്. ഫങ്ഷൻസ് ഓഫ് തൈമസ് ഗ്ലാൻഡ് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഫങ്ഷൻസ് ഓഫ് ആന്റിഡയറോട്ടിക് ഹോർമോൺ, ഡിഫൈൻ ജൈൻജാൻറ്റിസം, ഫങ്ഷൻസ് ഓഫ് കോർട്ടിസോൾ, ഡിഫൈൻ കുഷിംഗ് സിൻഡ്രോം, ഫങ്ഷൻസ് ഓഫ് ഇൻസുലിൻ. സോ ഇത്രയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം എസ്ഐയും ഷോർട്ട് ആൻസർ ഒക്കെ ഇന്ന ചാപ്റ്ററിൽ നിന്നും റിപ്പീറ്റഡ് എന്ന രീതി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും സെയിം ആയിട്ട് എങ്ങും അപ്പിയർ ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് കാരണം നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, എല്ലാം മാക്സിമം കവർ ചെയ്യാൻ ഓർക്കുക. അപ്പോൾ നമ്മൾ പോസിബിൾ ക്വസ്റ്റ്യൻസ് കൂടി കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിഫൈൻ ജൈൻജാൻറ്റിസം, ഡിഫൈൻ കുഷിംഗ് സിൻഡ്രോം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓരോ കണ്ടീഷന്റെ പേരും ഡിഫൈൻ എന്ന രീതിയിൽ എടുത്ത് ചോദിക്കുക. ഇപ്പൊ ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ ഗോയിറ്റർ, ഡിഫൈൻ ടെറ്റനി, ഡിഫൈൻ മിക്സെഡിമ, ഡിഫൈൻ ക്രിട്ടിനിസം, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്ത കുറെ വാക്കുകൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ കുറെ കണ്ടീഷന് പഠിക്കുന്നുണ്ട്. ചിലത് ചില ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണമാകും, ചില എക്സസീവ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ കാരണമാകും. അപ്പൊ നമ്മൾ എൻഡോക്രൈൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ കണ്ടീഷന്റെയും ഓരോ കണ്ടീഷൻ എന്തുകൊണ്ടാണ്, ഏത് ഹോർമോണിന്റെ അളവ് കൂടുതൽ അളവ് കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു ഡിഫൈൻ എന്ന് മാത്രം എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്, അല്ലെങ്കിൽ ഓക്സിറ്റോസിനെ പറ്റി ഫങ്ഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ചോദിക്കാം. കാരണം പ്രീവിയസ് ഇയറിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് തൈമസ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തിന്റെ വേണം ഫങ്ഷൻസ് എടുത്ത് ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ഫങ്ഷൻസ് ഓഫ് TSH, ഫങ്ഷൻസ് ഓഫ് ADH, ആന്റിഡയറോട്ടിക് ഹോർമോൺ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ ഒക്കെ ഫങ്ഷൻസ് എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളോട് പ്രീവിയസ് ഇയർ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേണമെങ്കിൽ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് എടുത്ത് ചോദിക്കാം. അതുകൂടാതെ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി പാൻക്രിയാസ് ചോദിക്കാം. അതുപോലെ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി അഡ്രിനൽ കോർട്ടെക്സ് ചോദിക്കാം. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസുമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നന്നായിട്ട് പഠിച്ചു പോകേണ്ടത്. എൻഡോക്രൈൻ സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, ഓരോ പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞും പോകുന്ന പോലെ തോന്നും. നന്നായിട്ട് എഴുതി മാറി പോകാത്ത രീതി എഴുതി പഠിച്ചു പോകാൻ ഓർക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സെൻസറി ഓർഗൻസ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബ്ലൂ പ്രിന്റ് നോക്കുകയാണെങ്കിൽ സെൻസറി ഓർഗൻസ് ഒക്കെ നമ്മുടെ MCQ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഷോർട്ടസ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്നും പ്രീവിയസ് ഇയറിൽ കണ്ടിരിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ റിഫ്ലെക്സ് ആർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇവിടെയും ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും മറക്കാതെ പഠിക്കണം. ടൈപ്സ് ഓഫ് പെയിൻ വിത്ത് എക്സാമ്പിൾ, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് കാണാം. പോസിബിൾ ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ഇൻട്രാഓക്കുലാർ പ്രഷർ ചോദിക്കാം. അതുപോലെ തന്നെ വിഷ്വൽ റിസപ്റ്റേഴ്സിനെ പറ്റി ചോദിക്കാം. ദെൻ ഓഡിറ്ററി ഡിഫക്ട്സിനെ പറ്റി, അല്ലെങ്കിൽ ടേസ്റ്റിന്റെ അബ്നോർമാലിറ്റി, ടേസ്റ്റ് സെൻസേഷന്റെ അബ്നോർമാലിറ്റിയെ പറ്റി, ഓഡിറ്ററി പാത്വേ, അതുപോലെ റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്തും പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഒക്കുലാർ മസിൽസ് ചോദിക്കാം, അല്ലെങ്കിൽ ഒക്കുലാർ മസിൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രേ ഉള്ളൂ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലേക്ക് പോകാം, ദാറ്റ് ഈസ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്ലാസിഫൈ മസിൽസ്, എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദം, ഡിസ്ക്രൈബ് ദി മൂവ്മെന്റ്സ് ഓഫ് pelvic girdle and explain the functions of pelvis, functions of arm muscle, functions of skeleton, describe the muscle mechanism of muscle contraction. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് കാണാം. ഫങ്ഷൻസ് ഓഫ് സ്കെൽട്ടൺ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഓഫ് ബോൺസും നോക്കിയിട്ട് പോവുക. പിന്നെയുള്ളൊരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോൺ ഹീലിംഗ് ആണ്. ബോൺ ഹീലിംഗ് പ്രോസസ് നന്നായിട്ട് പഠിച്ചിരിക്കുക. അതിന്റെ ഒരു പിക്ചർ ഒക്കെ ഉണ്ട്, ആ പിക്ചർ കൂടി ഒക്കെ ഒന്ന് നോക്കി വെക്കുക.
പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മൂവ്മെന്റ്സ് ഓഫ് ദി പെൽവിക് ക്രിഡിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ജോയിന്റ്സിന്റെയും മൂവ്മെന്റ്സ് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റ്സ് നോക്കണം, റിസ്റ്റ് ജോയിന്റിന്റെ നോക്കണം, ഹിപ്പ് ജോയിന്റ് ദാറ്റ് ഈസ് പെൽവിക്കിന്റെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്, നീ ജോയിന്റ്. ഇത്രയും ജോയിന്റ്സിന്റെ മെയിൻ ആയിട്ട് ഒന്ന് മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് മസിൽ 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി മസിൽ കൺട്രാക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊക്കെയാണ്. ഇതും ഒരു 5 മാർക്കിനാൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രേ ഉള്ളൂ പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റീനൽ സിസ്റ്റം ആണ്, 9th യൂണിറ്റ് ആണ്. റീനൽ സിസ്റ്റത്തിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് നെഫ്രോൺസ്, റോൾ ഓഫ് കിഡ്നി ഇൻ വാട്ടർ ബാലൻസ്, ഫോർ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിൻ, ഹോർമോൺ ആൻഡ് റെഗുലേറ്റ് GFR, നോട്ട് ഓൺ മിക്ചുറേഷൻ, ഡിഫൈൻ അറ്റോണിക് ബ്ലാഡർ, റിസോപ്ഷൻ ആൻഡ് സെക്രീഷൻസ് ഇൻ റീനൽ ട്യൂബ്യൂൾ. സോ ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ പ്രീവിയസ് ഇയറിൽ ഈ റീനൽ സിസ്റ്റത്തിൽ നിന്ന് 2 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു 2 മാർക്കിന് മാത്രം വരും എന്ന് കരുതി ഒരിക്കലും ഇരിക്കാൻ പാടില്ല. റീനൽ സിസ്റ്റം ഒക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള എസ്സേസും ഷോർട്ട് ആൻസേഴ്സും എല്ലാം നമ്മൾ വൃത്തിക്ക് തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫങ്ഷൻസ് ഓഫ് കിഡ്നി എടുത്ത് ചോദിക്കാം, കാരണം ഫങ്ഷൻസ് ഓഫ് നെഫ്രോൺസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഓഫ് കിഡ്നീസ് നോക്കി ഇരിക്കണം. അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ ഓഫ് യൂറിൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. വേണമെങ്കിൽ എസ്സേ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് GFR, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ യൂറിൻ ഫോർമേഷൻ, ഞാൻ ഒന്നുകൂടി പറയാണ്, യൂറിൻ ഫോർമേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. ആഡ് എ നോട്ട് ഓൺ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ദി നെഫ്രോൺസ് എങ്ങനെയാണ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റീനൽ സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും നമുക്ക് MCQs മാത്രമേ പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും മാക്സിമം MCQ നന്നായിട്ട് നോക്കുക. MCQ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം ആണ്, 11th യൂണിറ്റ്. അതിന് നെർവസ് സിസ്റ്റത്തിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. എക്സ്പ്ലെയിൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് നെർവ് ഫൈബേഴ്സ്, ഡിസ്ക്രൈബ് ന്യൂറാൾജിയ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, എലാബറേറ്റ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, functions of autonomic nervous system, explain the functional areas of cerebrum, explain the mechanism of synaptic transmission and properties of synapses, what is CSF, write the composition and functions of CSF. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നിന്നും പ്രീവിയസ് ഇയർ അപ്പിയർ ചെയ്തിട്ടുള്ള. ന്യൂറോളജിക്കൽ സിസ്റ്റം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് പോർഷൻസ് നോക്കാണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോവരുത്. നന്നായിട്ട് തന്നെ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ഓരോ പോർഷൻസും മാക്സിമം കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ്, പോസിബിൾ ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ന്യൂറോൺ, ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ നെർവ് ഫൈബർ. സോ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ഡിഫൈൻ ന്യൂറോൺ, describe the structure of neuron and properties of nerve fibers, and explain the different parts of cerebellum, enumerate the functions of cerebellum, write a note on cerebellar lesions. Then what are the various lobes of a cerebral cortex, describe their function. Next, classify the components of limbic system, explain the functions of limbic system. ഇത് കൂടാതെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഡിഫൈൻ ബാബിൻസ്കി സൈൻ ചോദിക്കാം. അതുപോലെ തന്നെ റെഫേർഡ് പെയിനെ പറ്റി ചോദിക്കാം. ദെൻ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ഓൾറെഡി പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് എ റിഫ്ലെക്സസ് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നെർവസ് സിസ്റ്റത്തോടു കൂടി നമ്മുടെ ഫിസിയോളജിയുടെ PYQ ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവസാനിക്കുകയാണ്.
നമ്മുടെ ഫിസിയോളജി എൻറ്റയർ ചാപ്റ്റേഴ്സ് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സബ്ജക്റ്റിന്റെ PYQ ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെയേറെ ആകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ ബൈ.